മുസ്ലിം ബ്രദർഹുഡും ജമാഅത്തെ ഇസ്ലാമിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് പറഞ്ഞത് RSSO CPIM അല്ല. സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് കഴിഞ്ഞ ദിവസം സ്വന്തം ഫേസ്ബുക്ക് വാളിൽ കുറിച്ചിട്ടതാണ്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: സമസ്തയിലെ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടിന് ശ്രമിക്കുകയാണ്. ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥതയോട് സഹകരിക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്താൽ ഇസ്ലാമിക വൃത്തങ്ങളിൽ നിന്നും പുറത്തു പോകുമെന്ന് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതുവഴി ബഹുദൈവ വിശ്വാസിയായി തീരുമെന്നും പറഞ്ഞു. ആ ജമാഅത്തെ ഇസ്ലാമി അതേ ഭരണ വ്യവസ്ഥയിൽ പങ്കാളികളാകാൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മത്സരിക്കുന്നത് ഗുരുതരമായി കാണണം. ജമാഅത്ത് ഒരു കേഡർ പാർട്ടിയാണ്. ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ഏതു വഴിയും അവർ സ്വീകരിക്കും. സുന്നികൾക്ക് ഭൂരിപക്ഷമുള്ള മഹലിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നീട് സക്കാത്തും റിലീഫ് ക്ലാസുകളുമായി ആ മഹലും വാർഡും അവർ സ്വന്തമാക്കുമെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. സമസ്തയിൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാടിന് രണ്ട് പക്ഷമുണ്ടെന്നത് പണ്ടേ അറിയാവുന്നതാണ്. പക്ഷേ ഇത്ര ശക്തമായ ഭാഷയിൽ ജമാഅത്തെ ഇസ്ലാമിയെ സമസ്തയിലുള്ളവർ വിമർശിക്കാൻ തുടങ്ങിയത് ഈ അടുത്തിടെയാണ്. കേവലം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാത്രമല്ല വിഷയം. വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കാമോ എന്ന ചോദ്യമാണ് സ്വന്തം സമുദായത്തിൽ നിന്നും ഉയരുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രന്റെ ഇപ്പോഴത്തെ പ്രസ്താവന ചെന്നു തറയ്ക്കുന്ന ഇടങ്ങൾ നോക്കൂ. പീഡിപ്പിച്ചയാൾ ഹിന്ദു ആയതുകൊണ്ടാണ് HDPI ഇരയുടെ ഭാഗത്ത് നിന്നത് എന്നായിരുന്നു ഹരീന്ദ്രന്റെ പ്രസ്താവന. ഉസ്താദുമാർ പ്രതികളായ പീഡന കേസുകളിൽ ഒരു വിവാദവും ഇല്ലെന്നുകൂടി ഹരീന്ദ്രൻ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതോടെ RSS ഭാഷയിലാണ് ഹരീന്ദ്രൻ സംസാരിച്ചത് എന്നൊരു വിമർശനം ഉയർന്നു. കണ്ണൂർ കടവത്തൂരിലെ ആ പ്രസംഗത്തെ CPIM പൂർണ്ണമായും തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല. ഉസ്താദ് പരാമർശം പറഞ്ഞു പോയതാണെന്നും അക്കാര്യം ഹരീന്ദ്രൻ വിശദീകരിക്കുമെന്നുമാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞത്. നടത്തിയത് രാഷ്ട്രീയ വിമർശനമാണെന്നും അതിനെ വർഗീയമായി ചിത്രീകരിച്ചതാണെന്നുമാണ് ഹരീന്ദ്രൻ വിശദീകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി നൽകിയ ക്യാപ്സ്യൂൾ മുസ്ലിം ലീഗ് ഏറ്റെടുത്തു എന്നാണ് ഹരീന്ദ്രൻ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും ഒരേ നിലപാടാണോ? രണ്ടു സംഘടനകളും യോജിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയോ? വെൽഫെയർ പാർട്ടിയെയും SDPIയെയും വിമർശിച്ചാൽ അത് മുസ്ലിം വിമർശനമാകുമോ? മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ പോലും അത് മുസ്ലിം സമുദായത്തെ വിമർശിക്കുന്നതിന് തുല്യമാണോ? ഇതിനപ്പുറത്തൊക്കെ ഒരു വസ്തുതയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ബ്രദർഹുഡും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് പറഞ്ഞത് CPIM നേതാക്കളല്ല, സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് തന്നെയാണെന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രം ഉയർത്തി മാർച്ച് നടത്തി. എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ചാണ് ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിയത്. സമസ്തയിലെ പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നത് ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ്. സമസ്തയുടെ പ്രഖ്യാപിത നിലപാടിൽ വെള്ളം ചേർക്കുകയാണ്. ജമാഅത്ത് ആശയങ്ങൾക്ക് മുസ്ലിങ്ങളിൽ സ്വാധീനമുണ്ടാക്കാൻ വഴിയൊരുക്കുകയാണെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് കുറ്റപ്പെടുത്തി. ഹസൻ അൽ ബന്ന ഈജിപ്തിൽ രൂപീകരിച്ച സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ്. രാഷ്ട്രങ്ങൾ പിടിച്ചെടുക്കാനായി വധങ്ങളും അക്രമവും നടത്താം എന്ന് വിശ്വസിക്കുന്നവർ എന്നാണ് വിമർശനം. ഈജിപ്ത് പ്രധാനമന്ത്രി മഹ്മൂദ് എൽ നഖ്രോജിയുടേത് ഉൾപ്പെടെയുള്ള നിരവധി കൊലപാതകങ്ങളുടെ ഉത്തരവാദികളായി കണക്കാക്കുന്നത് ഈ മുസ്ലിം ബ്രദർഹുഡിനെയാണ്. നിരവധി ജിഹാദി സംഘടനകൾക്ക് വെള്ളവും വളവും നൽകുന്നതും ബ്രദർഹുഡിന്റെ ആശയങ്ങളാണ്. അക്രമം ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ബ്രദർഹുഡിന്റെ ആശയങ്ങളാണ് പല ചാവേർ സംഘടനകളും ഉപയോഗിക്കുന്നതെന്നാണ് വിമർശനം. സൗദിയെയും UAEയെയും ബഹ്റിനെയും ഈജിപ്തിനെയും ഒക്കെ ബ്രദർഹുഡിന്റെ ഭീകര സംഘടനകളായിട്ടാണ് കണക്കാക്കുന്നത്. ആ ബ്രദർഹുഡിനെയാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ പ്രതിനിധീകരിക്കുന്നതെന്നാണ് സമസ്ത നേതാക്കൾ തന്നെ പറയുന്നത്. സമസ്ത AP വിഭാഗം ഈ വിമർശനം വളരെ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. മുസ്ലിം സംഘടനകളെയും വ്യക്തികളെയും ജമാഅത്തെ ഇസ്ലാമി സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്ന് AP വിഭാഗം നേരത്തെ തന്നെ പറഞ്ഞതുമാണ്. മുസ്ലിം സമുദായം തള്ളിക്കളഞ്ഞ ആശയങ്ങളെ പുതിയ സംഘടനകൾ വഴി അവതരിപ്പിക്കുകയാണ് എന്നാണ് കുറ്റപ്പെടുത്തൽ. ഇടക്കാലത്ത് വലിയ വിവാദമായതാണ് മേക്ക് 7 വ്യായാമം. അതിന് പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ് സമസ്തയിലെ ഒരു വിഭാഗവും CPIMഉം കുറ്റപ്പെടുത്തിയിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും കൂടി സംയുക്തമായി സംഘടിപ്പിക്കുന്നതാണ് വ്യായാമ മുറയെന്നായിരുന്നു അന്നുയർന്ന വിമർശനം. ഇപ്പോഴത്തെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ജമാഅത്തെ വിമർശനം കൂടുതൽ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് സമസ്ത നേതാവ് തന്നെ അതിശക്തമായ വാക്കുകളുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CPIM നേതാക്കളും ജമാഅത്തെ ഇസ്ലാമിയെ കണക്കറ്റ് വിമർശിക്കുന്നുണ്ട്. അത് CPIM പുതുതായി സ്വീകരിച്ചൊരു നയമല്ല. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. CPIM ഹിന്ദു വോട്ടുകൾ ചോരാതിരിക്കാൻ നടത്തുന്ന നീക്കമാണെന്നും കുറ്റപ്പെടുത്തലുകളുണ്ട്. അപ്പോഴും
CPIM മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇത്ര ശക്തമായ ഭാഷയിൽ ഇവിടെ സംസാരിക്കുന്നുള്ളൂ എന്നത് വസ്തുതയാണ്. കോൺഗ്രസ് നേതാക്കൾ ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചിട്ടില്ല. ഹമാസിനെ വിമർശിച്ച ശശി തരൂരിന്റെ വാക്കുകളെ തള്ളുകയാണ് ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളും ചെയ്തത്. സമസ്തയിൽ എന്നതുപോലെ മുസ്ലിം ലീഗിലും ഇക്കാര്യത്തിൽ രണ്ടു പക്ഷമുണ്ട്. ഇപ്പൊ PK കുഞ്ഞാലിക്കുട്ടി പ്രതിനിധീകരിക്കുന്ന ലീഗ് രാഷ്ട്രീയമല്ല ET മുഹമ്മദ് ബഷീറിന്റേത്. KM ഷാജി തുടരുന്ന നയമല്ല PK ഫിറോസിന്റേത്. അതായത് ഒരു പാർട്ടിയിൽ പല ആശയഗതിക്കാർ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അടിസ്ഥാന നയം ഒന്നായിരിക്കണം അല്ലേ? ജമാഅത്തെ ഇസ്ലാമിയെ മത രാഷ്ട്രവാദ സംഘടനയായി കണക്കാക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. സമസ്തയിലെ ഒരു വിഭാഗം അങ്ങനെ കണക്കാക്കുന്നുണ്ടെന്ന് പരസ്യമായി തന്നെ പറയുകയാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പിൽ വിശ്വാസമില്ലാത്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ചില സമസ്ത നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പോലും ഇവിടെ ചർച്ചയാകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ അത് മുസ്ലിം സമുദായത്തിനെ വിമർശിക്കലാകുമോ? അതുപോലെ RSSനെ വിമർശിച്ചാൽ അത് ഹിന്ദു സമുദായത്തെ വിമർശിക്കലാകുമോ? വെൽഫെയർ പാർട്ടിയെയും SDPIയെയും വിമർശിച്ചാലും മുസ്ലിം വിമർശനമാകുന്നില്ല. BJPയെയോ വിശ്വ ഹിന്ദു പരിഷത്തിനെയോ വിമർശിച്ചാൽ അത് ഹിന്ദു വിമർശനവുമാകുന്നില്ല. ഏതു രാഷ്ട്രീയ പാർട്ടിക്കും പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാൻ അർഹതയുണ്ട്. അതിനാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും ഇത് ബാധകമാണ്. രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉയരുമ്പോൾ അത് സ്വന്തം സമുദായത്തിനെതിരെയായ നീക്കമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണ് പല പ്രശ്നങ്ങളുടെയും കാരണം. സ്വന്തം സമുദായത്തിന്റെ പിന്തുണ നേടാൻ കാണിക്കുന്ന അത്തരം കസർത്തുക്കളാണ് സംശുദ്ധ രാഷ്ട്രീയവും മതപ്രവർത്തനവും അസാധ്യമാക്കുന്നത്. മതപ്രവർത്തനം എന്നാൽ സ്വന്തം മതത്തിന്റെ മാത്രം നിലനിൽപ്പിനുള്ളതല്ല, മറ്റു മതങ്ങൾക്കൊപ്പം നിലനിൽക്കാനുള്ള പ്രവർത്തനമാണ്. അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനവും സ്വന്തം പാർട്ടിക്ക് മാത്രം നിലനിൽക്കാനുള്ളതും ആകരുത്. വെൽഫെയർ പാർട്ടിയും SDPIയും ഒന്നും വിമർശനത്തിന് അതീതരല്ല. അവയൊക്കെ വിമർശിക്കുക തന്നെ വേണം. അങ്ങനെ വിമർശനം ഉയരുമ്പോൾ സമുദായത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കുള്ള കാതൽ. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.